നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS +2 സോഷ്യോളജിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 13 ക്വസ്റ്റ്യൻസ് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ നോട്ട് വേണ്ട ആളുകൾ നമ്മുടെ ചാനലിലെ ബയോയിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്, അതിനകത്ത് ജസ്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്റർ 3 കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. സോഷ്യോളജി എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ നിന്ന് ഡിഫറൻസ് ആയിരിക്കുന്നത്, പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ആന്ത്രോപോളജിയിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത് ഷുവറായിട്ട് 2 മാർക്കിന് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം സോഷ്യോളജി എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ സോഷ്യോളജി എന്താണ്? ഒരു പ്രസൻറ്റ് സൊസൈറ്റിയെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റ് സൊസൈറ്റിയെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോഷ്യോളജി എപ്പോഴും ഒരു യങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, എന്നാൽ ഹിസ്റ്ററി എപ്പോഴും ഓൾഡ് സബ്ജക്റ്റാണ്. സ്കോപ്പ് നോക്കുകയാണെങ്കിൽ സോഷ്യോളജി സ്കോപ്പ് എപ്പോഴും മുകളിലാണ്, ഹിസ്റ്ററിയുടെ സ്കോപ്പ് എന്താണ്? താഴെയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ നോക്കാം സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ അറിയാം. സോഷ്യോളജി എന്തോന്ന് പഠിക്കുന്ന സബ്ജക്റ്റാണ്? സൊസൈറ്റീനെ പറ്റിയിട്ട്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് എപ്പോഴും ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ വ്യാപ്തി എങ്ങനെയാണ്? സോഷ്യോളജിക്ക് വളരെ കൂടുതലായിരിക്കും, പൊളിറ്റിക്കൽ സയൻസിന് വളരെ കുറവായിരിക്കും. ഇനി അപ്പോൾ എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തോന്നാണ്? നമുക്കറിയാം സോഷ്യോളജി എപ്പോഴും ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്നതാണ്, എന്നാൽ എക്കണോമിക്സ് എപ്പോഴും എന്താണ്? സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് മുതൽ അത് വിറ്റഴിക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ സോഷ്യോളജി എങ്ങനെയാണ് സൈക്കോളജിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യന്മാരുടെ മനസ്സിനെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോഷ്യോളജി എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റാണ്. അതാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്താണ്? മനുഷ്യൻ്റെ പരിണാമ സിദ്ധാന്തമാണ്, അതിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ സോഷ്യോളജി എന്ന് വെച്ചാൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക, സൊസൈറ്റീനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 4ാമത്തെ ചാപ്റ്ററിൽ 5 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ട് പറയുന്നത് പോലെയാണ് ഈ 5 ടെക്നിക്ക് ഓഫ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അതിൽ ഈ ഒരു ഏരിയ. ഇപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്തോന്നാണ്? 5 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. അതായത് വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനായിട്ട് 5 രീതിയിലൂടെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. ഒന്നാമത് ഒബ്സർവേഷൻ മെത്തേഡ്. നമുക്ക് എന്താണ്? നിരീക്ഷണത്തിലൂടെ വിവരങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ എന്താണ് നിരീക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കാണും, എന്നിട്ട് ഏതെങ്കിലും ഒരാളെ പറ്റി നമ്മൾ നിരീക്ഷിക്കും. നമുക്കത് 2 രീതി ചെയ്യാം. ഒന്ന് പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ലീഡർ കാണും, ആ ലീഡറുടെ സഹായത്തോട് കൂടിയിട്ട് നിരീക്ഷണം കംപ്ലീറ്റ് ചെയ്യുന്നതിന് പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ എന്ന്. നോൺ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുമ്പോൾ ലീഡർ അങ്ങോട്ട് മാറി നിൽക്കും, ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? നിരീക്ഷിക്കും. അതിനെ നോൺ പാർട്ടിസിപ്പേറ്റ് എന്നും പറയും. ഈ പാർട്ടിസിപ്പേറ്റും നോൺ പാർട്ടിസിപ്പേറ്റും ചോദിച്ച ഒരു ഏരിയ ആണ്, അപ്പോൾ അത് പഠിക്കുക. പിന്നെ ഉള്ളത് എന്താണ്? 2ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഇൻ്റർവ്യൂ മെത്തേഡാണ്. ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? നിരീക്ഷണം. അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡിനെയാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. നമുക്ക് ഇൻ്റർവ്യൂ 2 രീതി ചെയ്യാം. ഒന്ന് സ്ട്രക്ചേർഡ് മെത്തേഡും അൺസ്ട്രക്ചേർഡ് മെത്തേഡ്. സ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല വാൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറോട് കൂടിയിട്ട് നമുക്ക് നടത്താം. അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം, ഇതും ചോദിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളത് ക്വസ്റ്റ്യനറി മെത്തേഡ്. അതായത് നമുക്ക് ചോദ്യം ചോദിക്കാനായിട്ട് ഒരു കൂട്ടം ക്വസ്റ്റ്യൻസുമായിട്ട് പോയിട്ട് വ്യക്തികളുടെ കയ്യിൽ നിന്നും ഡേറ്റകൾ കളക്ട് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്ന സോഷ്യൽ സർവേ. നമുക്കറിയാം ഒരു കുറേ നാൾക്ക് മുമ്പ് ഒരു സോപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു സോഷ്യൽ സർവേ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? വ്യക്തികളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളിനെ പറ്റിയിട്ട് പഠിക്കണം. അപ്പോൾ പുള്ളി ജനിച്ചത് തൊട്ട് പുള്ളിയുടെ കുടുംബം, പുള്ളിയുടെ അച്ഛനമ്മ, അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേപോലെയുള്ള മെൻറ്റാലിറ്റി ഉണ്ടോ, അങ്ങനെയൊക്കെ പഠിക്കുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെച്ചേക്കാം. 5 ഉറപ്പായിട്ട് ചോദിക്കും. ഒന്നിക്ക് ഏതെങ്കിലും ഒന്ന് ചോദിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ ചോദിക്കും. പിന്നെ അടുത്തതാണ് സോഷ്യൽ ഗ്രൂപ്പ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ജനങ്ങളാണ്, മനസ്സിലായോ? ഒരേ കൾച്ചറിലും ഒരേ ട്രഡീഷൻസും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ വളരെയധികം പരസ്പര ബന്ധത്തിലും ഐക്യതയിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ നമുക്ക് എന്തെന്നും പറയാം, സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയാം. വ്യക്തികളുടെ കൂട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇവർക്ക് പൊതുവായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കും, പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, സാമൂഹികമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ സോഷ്യൽ ഗ്രൂപ്പിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മാരേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളൊരു 7 എണ്ണം പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് മോണോഗമി, അതായത് ഒരു ഹസ്ബൻഡിന് ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്. ഇതിനെയാണ് നമ്മൾ മോണോഗമി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പോളിഗമി, തിരിച്ച്, അതായത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കാം. പിന്നെ അടുത്തുള്ളത് പോളിഎൻട്രി, അതായത് ഒരു സ്ത്രീക്ക് ഒരുപാട് പുരുഷന്മാരെ എന്ത് ചെയ്യാൻ പറ്റും, വിവാഹം കഴിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തുള്ളത് എൻഡോഗമി, അതായത് നമ്മൾ സെയിം കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്. പിന്നെ അടുത്തുള്ളത് എക്സോഗമി, നമ്മൾ വേറെ ഏതെങ്കിലും കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്. പിന്നെ അടുത്തുള്ളത് അനുലോമ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീനെ കല്യാണം കഴിക്കുന്നു. പ്രതിലോമ നേരെ ഓപ്പോസിറ്റ്, എന്താണ്? ഉയർന്ന ജാതിയിൽപ്പെട്ട ആണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീനെ കല്യാണം കഴിക്കുന്നു. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് 4 ഫോംസ് ഓഫ് മുസ്ലിം മാരേജ്. മുസ്ലിം മാരേജിൻ്റെ അകത്തുള്ള പ്രധാനമായിട്ടുള്ള 4 ഫോംസ് ഏതൊക്കെയാണ്? നിക്കാഹ്, ഏതൊക്കെയാണ് 4 ഫോംസ്? നിക്കാഹ് വരും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഒരു മിനിറ്റ്, അത് ഞാൻ എടുത്തോട്ടെ. നിക്കാഹ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ളൊരു വിവാഹ രീതിയാണ്. സ്ത്രീയും പുരുഷൻ്റെയും സമ്മതത്തോട് കൂടിയിട്ട് കല്യാണം കഴിക്കുന്ന രീതിയാണ് നമ്മൾ നിക്കാഹ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് മുദ, അതായത് ഒരു കോൺട്രാക്ട് മാരേജ്, താൽക്കാലികമായിട്ട് കല്യാണം കഴിക്കുന്നു. ഈ താൽക്കാലികമായി കല്യാണം കഴിക്കുന്നതിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കും. ഫസദ് എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ ക്രമക്കേടുകളോട് കൂടിയിട്ട് നടക്കുന്ന വിവാഹം. ബാറ്റൻ എന്ന് വെച്ചാൽ എന്താണ്? തത്വങ്ങൾ പാലിക്കാതെയുള്ള വിവാഹം. പിന്നെ മെയിനായിട്ട് ചോദിക്കാം, എന്തിനാണ് മാരേജിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഈ മാരേജിൻ്റെ ഫങ്ഷൻസ് ഫാമിലിയുടെ ഫങ്ഷൻസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. സംഭവം എന്താണ്? നമ്മൾ ഒന്ന് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, സന്താന ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട്, മാത്രമല്ല സാമൂഹികമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാനായിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. പിന്നെ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കിൻഷിപ്പ്, അതായത് ബന്ധുത്വം. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിൻഷിപ്പ് ഏതൊക്കെയാണ്? അതായത് നമുക്കറിയാം പ്രാഥമിക ബന്ധുക്കൾ, ദ്വിതീയ ബന്ധുക്കൾ, തൃതീയ ബന്ധുക്കൾ. അപ്പോൾ പ്രാഥമിക ബന്ധുക്കൾ എന്ന് വെച്ചാൽ എന്തോന്നായിരിക്കും? അതായത് ഒരു 2 പേർ തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന പ്രാഥമികമായിട്ട് കിട്ടുന്ന, അതായത് അതിൽ നിന്നും ഒരു ബന്ധത്തിലൂടെ കിട്ടുന്ന ഒരു ബന്ധുവിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രാഥമിക ബന്ധുക്കൾ എന്ന് പറയാം. ഇനി അടുത്ത് ദ്വിതീയ ബന്ധുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? മാറ്റമാണ്, അതായത് മാറുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രാഥമിക ബന്ധുക്കളുടെ ബന്ധുക്കളായിരിക്കും. ഇപ്പം അച്ഛൻ അമ്മ 2 പേരും പ്രാഥമിക ബന്ധുക്കളായിരിക്കും. അച്ഛൻ്റെ സഹോദരി എന്തായിരിക്കും? ദ്വിതീയ ബന്ധത്തിൽപ്പെടുന്ന ആളായിരിക്കും. എങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ദ്വിതീയ ഇതെന്ന് പറയുന്നത്. ഓക്കെ, തൃതീയം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ കുറച്ചും കൂടി അകന്ന ബന്ധുക്കൾ. ഓക്കെ, അതാണ് ഇതെന്ന് പറയുന്നത് പ്രാഥമികം, ദ്വിതീയം, തൃതീയത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അതാണ് മെയിനായിട്ടുള്ള ഒരു ബന്ധുത്വത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് കാസ്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്. കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി, ക്ലാസ് എന്ന് വെച്ചാൽ വർഗം. ജാതി എന്ന് പറയുന്നത് നമുക്കറിയാം പാരമ്പര്യമായിട്ട് കിട്ടുന്ന, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. എന്നാൽ വർഗം എന്ന് പറയുന്നത് അങ്ങനെയല്ല, പദവി, നമ്മൾ നേടിയെടുക്കുന്നതിനെ നമ്മൾ പദവി എന്ന് പറയും. ജാതി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ വർഗം എന്ന് പറയുന്ന, പദവി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക, നന്നായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് 9ാമത്തെ ക്വസ്റ്റ്യനാണ് ഇവല്യൂഷനും റെവല്യൂഷനും എന്താണ്. ഇവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? പരിണാമം. ഓരോ വ്യക്തിയും ഓരോന്നിൽ നിന്നും പരിണമിച്ച് വരുന്നതാണ്. അതായത് കാലക്രമേണ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന് നമ്മൾ ഇവല്യൂഷൻ എന്ന് പറയുന്നു. എന്നാൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് വിപ്ലവമാണ്. മനസ്സിലായോ? നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ് വിപ്ലവം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന സോഷ്യലൈസേഷൻ്റെ സ്റ്റേജാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനെന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്. ആ സാമൂഹിക ജീവിനെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിലാകപ്പാടെ 3-4 സ്റ്റേജിലൊന്ന് ബാല്യം, 2 കൗമാരം, പിന്നെ വരുന്നത് എന്താണ്? യൗവനം. ബാല്യ സ്റ്റേജിൽ നമുക്ക് എന്താണ്? ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആളുകളുടെ കെയറിങ് നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് ബാല്യത്തിലേക്ക് വരുന്ന അതായത്
മൂന്ന് തരത്തിലുള്ള സാമൂഹികവൽക്കരണമാണ്. ഒന്ന് ശൈശവ സാമൂഹികവൽക്കരണം, യൗവനം, അത് കഴിഞ്ഞിട്ട് ശൈശവം, ബാല്യം, യൗവനം കേട്ടോ. 3 മാറിപ്പോയതാ, ക്ഷമിക്കുക. അപ്പോൾ ശൈശവ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കുട്ടി ജനിക്കുന്ന ഒരു സമയത്തെയാണ് നമ്മൾ ശൈശവ സാമൂഹികവൽക്കരണം എന്ന് പറയുന്നത്. അവർക്ക് ആ സമയത്ത് ആ കുട്ടിക്ക് ആളുകളുടെ കെയറിങ് ഭയങ്കര അത്യാവശ്യമായിരിക്കും. പിന്നെ വരുന്നത് എന്തോന്നാണ്? യൗവനമല്ല, ബാല്യത്തിൽ എന്താണ്? കുട്ടി പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുകയും ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പനിയൊക്കെ അടിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. പിന്നെ വരുന്നത് യൗവനം, പിരിമുറുക്കങ്ങളുടെ കാലഘട്ടമായിരിക്കും. അങ്ങനെയുള്ള യൗവനമല്ല, കൗമാരം കേട്ടോ. അങ്ങനെയുള്ള 3 തരത്തിലുള്ള സ്റ്റേജുകളും പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്ത് വരാനുള്ള ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്താണ് ട്രൈബ്സ്, അവരുടെ പ്രോബ്ലംസ്. ട്രൈബ്സ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ട്രൈബ്സും ഷെഡ്യൂൾ കാസ്റ്റും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. അതായത് ഇവരുടേതായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ടെറിട്ടറിയിലായിരിക്കും താമസിക്കുന്നത്. ഇവർക്ക് എന്താണ്, നമുക്കറിയാം, സാമൂഹികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ, എഡ്യൂക്കേഷൻ ഇല്ലായ്മ, ബാങ്കിൻ്റെ സൗകര്യമില്ലായ്മ, അങ്ങനെ സമൂഹത്തിൽ അവർ നിരവധി കാര്യങ്ങൾ കാരണം അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്റ്റേജാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ട്രൈബൽ പീപ്പിൾസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇസ്ലാംസിൻ്റെ ഫില്ലേഴ്സ്, അതായത് 5 നേരം നമസ്കരിക്കണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്താണ് മക്കയിൽ പോകണം, അതേപോലെ തന്നെ എന്താണ് പാവങ്ങൾക്ക് ദാനം കൊടുക്കണം. അങ്ങനെയുള്ള 5-6 പില്ലേഴ്സ് ഉണ്ടല്ലോ, 5 പില്ലേഴ്സ് ഉണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെയുള്ളത് ബുദ്ധിസം എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ തുടങ്ങി വെച്ചിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. എന്താണ് ഈ ബുദ്ധമതം എന്ന് പറയുമ്പോൾ വളരെ പ്രാചീനമായിട്ടുള്ളൊരു മതമാണ്. നമ്മുടെ ശ്രീബുദ്ധനാണ് ബുദ്ധമതം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആചാര്യൻ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ബുദ്ധമതത്തിൽ ഒരുപാട് ഫിലോസഫീസും ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതം കൂടിയാണ് നമ്മുടെ ഈ ബുദ്ധമതം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അതിനെപ്പറ്റി നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേൽ പറഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അടുത്തുള്ളൊരു ക്വസ്റ്റ്യനാണ് 13ാമത്തെ. പോപ്പുലേഷൻ എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ജനസംഖ്യാ വിസ്ഫോടനം. ഒരു പ്രത്യേക സ്ഥലത്ത് പെട്ടെന്ന് ജനങ്ങളുടെ എണ്ണം കൂടുകയാണ്, ജനപ്പെരുപ്പം കൂടുകയാണ്. ഇതിനെ നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നു. കാരണം മിക്കവാറും താഴ്ന്ന സാങ്കേതികവിദ്യയോ അങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നത്. അപ്പം ഈ 13 ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും സോഷ്യോളജി പാസ്സാവും. അപ്പോൾ ഒന്നും പഠിക്കാതിരിക്കുന്ന നിങ്ങളാണെങ്കിൽ നന്നായിട്ട് ഈ 13 ക്വസ്റ്റ്യൻസ് എങ്കിലും മാക്സിമം പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവുക, വീണ്ടും പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.